ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്കാൻ വേവ്. ഇന്ന് നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ക്രോപ്പ് ടോപ്പിന് പെയർ ചെയ്യാൻ പറ്റുന്ന സ്കേർട്ടാണ്. ആക്ച്വലി ആ ക്രോപ്പ് ടോപ്പും ഈ ഒരു സ്കേർട്ടും ഞാനൊരു സാരിയിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാനൊരു ചെട്ടിനാട് കോട്ടൺ സാരി വാങ്ങിയിട്ട് അതിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 13 വയസ്സായ മോളുടെ അളവിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം തുണി വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര തുണി ഉണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കാം, ഓരോ അളവിനും എന്നുള്ള രീതിയിലൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും സംശയമുള്ളവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ സാരിയിൽ നിന്ന് നമ്മൾ ടോപ്പ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കിയപ്പോൾ 3.25 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ആ 3.25 മീറ്ററാണ് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് പാവാട എവിടെയാണോ കെട്ടുന്നത് അവിടെ മുതൽ നിങ്ങൾക്ക് ഫ്ലോർ ലെങ്ത് വരെയുള്ള ലെങ്ത് എടുക്കണം, നമ്മളിതുപോലത്തെ പാവാടകൾക്കൊക്കെ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇവിടെ 40 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ 40 ഇഞ്ചസിൽ നിന്ന് നമ്മുടെ ബെൽറ്റായിട്ടുള്ള 2 ഇഞ്ച് ഞാൻ കുറച്ചിട്ട് 38 ഇഞ്ച് കിട്ടും. ആ 38 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ നമുക്ക് ബെൽറ്റ് പിന്നെ അറ്റാച്ച് ചെയ്യണമല്ലോ. റെഡിയായി കഴിയുമ്പോഴാണ് 38 ഇഞ്ച് വേണ്ടത്. അപ്പോൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ 38.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ക്ലോത്തിൽ എനിക്ക് താഴെയും ബോർഡർ ആയതുകൊണ്ട് ഞാൻ മടക്കി അടിക്കാനുള്ള സീം അലവൻസ് ഒന്നും വിട്ടിട്ടില്ല. നിങ്ങൾക്ക് അവിടെ മടക്കി അടിക്കേണ്ട തുണികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഇഞ്ചും കൂടി നിങ്ങൾ സീം അലവൻസ് കാണണം കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട്. അടുത്ത നമുക്ക് ലൈനിങ് ആണ്. ലൈനിങ് എടുക്കേണ്ടത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 38.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തത്. പക്ഷേ ലൈനിങ്ങിൽ നമുക്ക് 37 ഇഞ്ച് മതി. മടക്കി അടിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ നിന്നോളും. അപ്പോൾ 37 ഇഞ്ച് വരുന്ന 3 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 2.8 മീറ്റേഴ്സ് ഓഫ് ലൈനിങ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് മുഴുവനായിട്ടും വിഡ്ത്ത് വൈസ് ഉപയോഗിക്കുന്നില്ല. സാധാരണ ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ 2 പീസാകുമ്പോൾ 32 + 32 വരും. പിന്നെ ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ എടുക്കണം, അതായത് 16 ഇഞ്ച്. ലെങ്ത്ത് എല്ലാത്തിൻ്റെയും 37 ഇഞ്ചിലാണ് ലെങ്ത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ വിഡ്ത്ത് താഴേക്ക് കുറച്ചും കൂടി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പകുതി 16 ഇഞ്ചും കൂടി നമ്മൾ എടുക്കുന്നത് കേട്ടോ. എ ലൈൻ മോഡലിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ 3 പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്തു. ആ 32 ഇഞ്ച് വരുന്ന 2 പീസും 16 ഇഞ്ച് വരുന്ന ഒരു പീസും കൂടി ജോയിൻ ചെയ്തു. ലെങ്ത്ത് എല്ലാത്തിൻ്റെയും 37 ഇഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു ബാൻഡ് ഞാൻ 2 ഇഞ്ചിൻ്റെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 ഇഞ്ച് കണക്കാക്കണം. അതുകൂടാതെ 1/2 ഇഞ്ച് വീതം സീം അലവൻസും കണക്കാക്കണം. അങ്ങനെ 5 ഇഞ്ചിലാണ് നമുക്ക് ഈ ബാൻഡിൻ്റെ നീളം വരേണ്ടത്. വീതി എന്ന് പറയുന്നത് നമ്മളിവിടെ ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും എന്തായാലും നമ്മളൊരു 5-6 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്കിവിടെ 1 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 26 ഇഞ്ചാണ്. 1 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് 27 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഏകദേശം 32 ഇഞ്ച് വരുന്ന പീസാണ് ബാൻഡിനായിട്ട് എടുത്തിട്ടുള്ളത്. മടക്കി വയ്ക്കുമ്പോൾ 16 ഇഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഫാബ്രിക് ഞാൻ പറഞ്ഞല്ലോ, സാരിയിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ 3.25 മീറ്ററാണ് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മീറ്റർ ഒന്ന് ആദ്യം ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 3.25 മീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 147 പോയിൻറ്റ് സംതിങ് കിട്ടുക. ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 147 ആക്കി. ഇനി അതിന് നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവാടയുടെ 2 സൈഡും ലാസ്റ്റും ഫ്രണ്ടിലും നമ്മൾ ഓരോ ഇഞ്ച് ചെയ്തും സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 1 ഇഞ്ച് സത്യം പറഞ്ഞാൽ 2 സൈഡിലും പോരായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഇഞ്ച് ഇട്ട് കൊടുക്കാം. അതായത് ടോട്ടൽ 4 ഇഞ്ച് നമുക്ക് ഫാബ്രിക് നിന്ന് കുറയ്ക്കാം. ഞാനത് പ്ലീസ് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത്, വേസ്റ്റ് റൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 27 ഇഞ്ച്. ഇനി പ്ലീറ്റിൻ്റെ സൈസ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ഇടാമെന്നാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ ഫോമുലയിൽ മാറ്റങ്ങൾ വരുത്തണം. ഇനി നമ്മൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ പ്ലീറ്റിൻ്റെ സൈസ്. അപ്പോൾ ഇവിടെ എനിക്ക് 27/1 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്ലീറ്റിൻ്റെ സൈസ് 1.5 ഇടുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കണം. 2 ആണെങ്കിൽ 2 കൊടുക്കണം. വേസ്റ്റ് റൗണ്ട് നിങ്ങളുടെ അനുസരിച്ച് മാറ്റി കൊടുക്കണം. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക്, എത്രത്തോളം ഫാബ്രിക് ഉള്ളിലോട്ട് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വേസ്റ്റ് റൗണ്ട് കുറയ്ക്കുക, എന്നിട്ട് അത് നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഇതേപോലെ 4.3 എന്നായിരിക്കും കിട്ടുക. ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 4.4 എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഫാബ്രിക്കിൽ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് എന്ന് പറയുന്നത് സീം അലവൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും 2 ഇഞ്ചാണ് വിട്ടിട്ടുള്ളതെങ്കിൽ, അതായത് ടോട്ടൽ നിങ്ങൾ 4 ഇഞ്ചാണ് നിങ്ങളുടെ ഫാബ്രിക് എന്ന് കുറച്ചതെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ആ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സീം അലവൻസ് ആണ്, അത് നമ്മൾ വിട്ടു.
വീണ്ടും നമ്മൾ പ്ലീറ്റിൻ്റെ സൈസായിട്ടുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതായത് 1 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ 4.4 മാർക്ക് ചെയ്തു. അപ്പോൾ ആ വലുതാക്കി ഇട്ടിരിക്കുന്ന വര ഉണ്ടല്ലോ, അതാണ് 4.4. എന്നിട്ട് നമ്മൾ ആ പ്ലീറ്റിൻ്റെ സൈസ് മാർക്ക് ചെയ്തിട്ടുള്ള 1 ഇഞ്ചിൽ നിന്ന് 4.4 മാർക്ക് ചെയ്തിട്ടുള്ള ആ വരയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു പ്ലീറ്റ്. ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഭവം, അതായത് ആ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടാൽ പോരായിരുന്നു. കാരണം എൻ്റെ പ്ലീറ്റ് ഇൻടേക്ക് കൂടുതലായതുകൊണ്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ, 2 സൈഡും കൂടി പാവാടയുടെ ജോയിൻ ചെയ്യാനുള്ള സ്പേസ് നമുക്കവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് മാറ്റി വരയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ പ്ലീറ്റ് ഇൻടേക്കൊക്കെ ഒരു 3-4 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെ 2 ഇഞ്ച് തന്നെ സീം അലവൻസ് വിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മളുടെ പ്ലീറ്റ് ഇൻടേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ, താഴേക്ക് പോകുമ്പോൾ നമുക്കവിടെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ 1-2 പ്ലീറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സീം അലവൻസ് വിടുക. എന്നിട്ട് നമ്മളുടെ ബാക്കിയുള്ള, ഇപ്പോൾ 3.25 മീറ്ററാണ് എനിക്ക് ഈ തുണിയിലുള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 1 ഇഞ്ച് പിന്നെ 4.4 ഇഞ്ച്, 1 ഇഞ്ച് 4.4 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ പ്ലീറ്റ് സൈസ് പ്ലീറ്റ് ഇൻടേക്ക്, വീണ്ടും പ്ലീറ്റ് സൈസ് പ്ലീറ്റ് ഇൻടേക്ക്, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്യാനിരിക്കുക. ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ മാർക്ക് ചെയ്ത് വിടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണ്. പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്കിത് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാവാട ഇതുപോലെ തന്നെ 2ആക്കി മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിനെയും ഞാൻ 2ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഒരു പീസ് ബാക്കിലോട്ടും ഒരു പീസ് ഫ്രണ്ടിലോട്ടും വരണമല്ലോ. പക്ഷെ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് 3 പീസും കൂടി. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ഷേപ്പിൽ നമ്മളിത് അങ്ങനെ വെച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഭാഗം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, ബോർഡർ വരുന്നത് കൊണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് ചെയ്തെടുക്കാനുള്ളത്. ബെൽറ്റും ലൈനിങ്ങും നമ്മളൊരു 1/4 ഇഞ്ച് ഒരു സൈഡ് മാത്രം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഒരു സൈഡ് ഞാൻ മടക്കി അടിച്ചെടുക്കുകയാണ്. ഇനി വീണ്ടും സ്കേർട്ട് പാർട്ട് എടുത്തിട്ട് ഇതേപോലെ 2 അറ്റവും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചോളം താഴേക്ക് ഇറക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതായത് ഞാൻ പാവാടയുടെ റോങ് സൈഡ്, അതായത് ലൈനിങ് ഉള്ള ഭാഗത്താണ് വെക്കുന്നത്. അതും നേരത്തെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ബെൽറ്റിൻ്റെ, ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമാണ് ഞാൻ ഇതുപോലെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ എക്സ്ട്രാ കുറച്ച് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി വെച്ചിട്ട് ഞാനൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് ആ ബെൽറ്റൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബെൽറ്റെല്ലാം നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അറ്റത്ത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ റോ ആയിട്ടുള്ള എഡ്ജസ് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2-2.5 ഇഞ്ചോളം 4 പീസും കൂടി ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം മെയിൻ ക്ലോത്ത് മാത്രം താഴെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിന് ശേഷം മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈനിങ് മാത്രം താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്ലോത്ത് കൊണ്ട് തന്നെ ഒരു ഐസ് ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ 2ആക്കി മടക്കിയിട്ടുള്ളൊരു തുണി ഇതേപോലെ ഒരു സൈഡ് ഞാനൊന്ന് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അറ്റം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എക്സ്ട്രാസ് കട്ട് ചെയ്തിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരിട്ട് നമ്മളുടെ ആ തുണിയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐസ് ട്രാപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കേർട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല പിക്ചേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു റോ പിക്ചർ ഞാനിപ്പോൾ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളും ഓണത്തിന് ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് അളവിന് വേണമെങ്കിലും ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ മാത്സ് മാത്രമാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്. അത് ആ ഫോർമുലയിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.